കഴിഞ്ഞ 32 വർഷത്തിനിടെ 110 ഗ്ലേസിയേഴ്സ് ആണ് അരുണാചൽ പ്രദേശിലെ ഹിമാലയാസിൽ നിന്നും നഷ്ടമായിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ ഒരു മികച്ച ഉദ്യോഗമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇത്തരം വാർത്തകൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. വെൽക്കം ടു വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ബ്രീഫായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക്, അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈക്കോർട്ടിൽ അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തത് തൊട്ട് US 200-ലധികം ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് മുതലുള്ള വാർത്തകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ പ്രധാന വാർത്ത എന്താണെന്ന് നോക്കാം. ഓൺ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്ഹോക് ജഡ്ജസ് ടു ഹൈക്കോർട്ട്. അതായത് സുപ്രീം കോടതിയുടെ ഒരു റീസെന്റ് ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ വാർത്ത. 2021 ഒരു നിയമം സുപ്രീം കോടതി ഇപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹൈക്കോർട്ടുകളിലേക്ക് അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% വേക്കൻസീസ് വേണമെന്നുള്ളതായിരുന്നു ഇതിനു മുൻപുള്ള നിയമം. എന്നാൽ ഈ ഒരു റൂള് ഇപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം ധാരാളം കേസസ്, എക്സ്പെഷ്യലി ക്രിമിനൽ കേസസ് ആണ് ഇപ്പോൾ ഹൈക്കോടതികളിൽ പെൻഡിംഗ് ആയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാനും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പുതിയൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു ഓർഡർ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2021 ലോക് പ്രഹാരിയിലെ റൂളാണ് ഇപ്പോൾ സുപ്രീം കോടതി റിലാക്സ് ചെയ്തിരിക്കുന്നത്. 15ാമത് അമെൻമെന്റ് 1963 പ്രകാരം ഒരു പുതിയ ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആർട്ടിക്കിൾ 224A. ഈ 224A പ്രകാരം റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസിനെ ഹൈക്കോടതിയിൽ ഒരു അഡ്ഹോക് ബേസിസിൽ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ അപ്പോയിന്റ്മെന്റ് നടക്കുമ്പോൾ ആ ഒരു റിട്ടയർഡ് ജഡ്ജിന്റെയും കൂടാതെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെയും ആ ഒരു കൺസെന്റ് വളരെയധികം അത്യാവശ്യമാണ്. ഇത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന അഡ്ഹോക് ജഡ്ജുകൾക്ക് സാധാരണ ഹൈക്കോടതി ജഡ്ജികളെ പോലെ തന്നെയുള്ള സെയിം ജൂറിസ്ഡിക്ഷനും പവേഴ്സും പ്രിവിലേജസുമാണ് ലഭിക്കുക. ഇത്തരത്തിൽ അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർ ക്രിമിനൽ കേസസ്, അതായത് പെൻഡിങ് ക്രിമിനൽ കേസസിലെ ജഡ്ജ്മെന്റ്സ് ആണ് അവർ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ അവരുടെ കൂടെ ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജും കൂടി ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ഒരു വാർത്ത എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ 2025 ജനുവരി 25 കണക്ക് പ്രകാരം 62 ലക്ഷം കേസസ് ആണ് ഹൈക്കോടതികളിൽ പെൻഡിംഗ് ആയിട്ടുള്ളത്. അതിൽ സിഗ്നിഫിക്കന്റ് നമ്പറും ക്രിമിനൽ കേസസ് ആണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനാണ് ഈ ഒരു റീസെന്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കറന്റ് അഫയേഴ്സ് വാർത്തകളിൽ ഈ ഒരു വാർത്ത വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം. നാവിഗേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ലാസ്റ്റ് വീക്ക് സഫേഴ്സ് മാൽഫങ്ഷൻ. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 100ാമത്തെ സാറ്റലൈറ്റ് ആണ് ലോഞ്ച് ചെയ്തത്, നാവിക് സീരീസിലുള്ള ഒരു സാറ്റലൈറ്റ്. എന്നാൽ ആ ഒരു സാറ്റലൈറ്റിന് ഇപ്പോൾ മാൽഫങ്ഷൻ ഇഷ്യൂ ഫേസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓർബിറ്റ് റേസിംഗിൽ ആണ് പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നത്. അതൊരു വാൾവ് മാൽഫങ്ഷൻ കൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നാണ് ഇപ്പോൾ ഇസ്രോ അറിയിച്ചിരിക്കുന്നത്. കറന്റ്ലി ഈ ഒരു NVS Node 2 സാറ്റലൈറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണുള്ളത്. അതിന്റെ ബാക്കി എല്ലാ സിസ്റ്റംസും ഹെൽത്തി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓർബിറ്റ് റേസിംഗ് ഇഷ്യൂ ഒഴിച്ചാൽ ഈ ഒരു സാറ്റലൈറ്റ് സക്സസ്ഫുള്ളി ആണ് ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഹൈ പ്രിസിഷനോട് കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ സോളാർ പാനൽസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ജനറേഷൻ നോമിനലുമാണ്. അപ്പൊ ഈ ഒരു വാർത്ത സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു NVS Node 2 സാറ്റലൈറ്റ് നാവിഗേഷൻ പേലോഡ് ആയിട്ടുള്ള L1, L5 അതുപോലെ തന്നെ S ബാൻഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റേഞ്ചിങ് പേലോഡ് ആയിട്ടുള്ള C ബാൻഡും ഇതിനുണ്ട്. ഈ ഒരു സാറ്റലൈറ്റ് 111.75 ഡിഗ്രി ഈസ്റ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഇൻഡിജീനിയസ് അതുപോലെ തന്നെ പ്രൊക്വേർഡ് ആയിട്ടുള്ള ആറ്റോമിക് ക്ലോക്കിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു NVS Node 2 സാറ്റലൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ ഒക്കെ തന്നെയും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം.
Himalayas in Arunachal Pradesh lost 110 glaciers in 32 years study. അതായത് 1988 മുതൽ 2020 വരെയുള്ള 32 വർഷത്തിനിടയിൽ 110 ഗ്ലേസിയേഴ്സ് ആണ് അരുണാചൽ പ്രദേശിലെ ഹിമാലയാസിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്ലേസിയേഴ്സ് നഷ്ടമാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഗ്ലേഷ്യൽ ലേക്സിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗ്ലേഷ്യൽ ലേക്സ് ഫോം ചെയ്യുമ്പോൾ അതിന് ഒരു വോൾ ഉണ്ടാകും, അതായത് സാൻഡും അതുപോലെ തന്നെ സ്റ്റോൺസും കൊണ്ടുള്ള. പക്ഷെ അതിന് കാര്യമായിട്ടുള്ള ഒരു സുരക്ഷ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുകയും ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിന് കാരണമാകുകയും ചെയ്യുന്നു. 2023 സിക്കിം ഡിസാസ്റ്റർ പോലുള്ള ഡിസാസ്റ്റേഴ്സ് വീണ്ടും ആവർത്തിക്കാനും കാരണമാകുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് UPSC തുടങ്ങിയ എല്ലാ എക്സാമിനേഷൻസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയും കോട്ടൺ യൂണിവേഴ്സിറ്റിയിലെയും റിസർച്ചേഴ്സും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ്, GIS, റാൻഡോൾഫ് ഗ്ലേസിയർ ഇൻവെന്ററി എന്നിവയാണ് ഈ ഗ്ലേസിയേഴ്സ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയാസ് മറ്റ് ഹിമാലയൻ റീജിയനെ കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു വാർമിംഗ് റേറ്റ് വളരെ ഫാസ്റ്റർ ആകുന്നു എന്നുള്ള ഒരു കൺസേണും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്കിനി നോക്കാം. Do not reduce forest land for linear project, says Supreme Court. എന്താണ് ഈ വാർത്ത എന്ന് നോക്കാം. അതായത് സുപ്രീം കോടതിയുടെ ഒരു പുതിയ ജഡ്ജ്മെന്റ് അഥവാ റൂളിംഗ് ആണ്. അതായത് യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ്സും ലീനിയർ പ്രോജക്റ്റ്, അതായത് ഇപ്പോൾ റോഡ്, റെയിൽവേ തുടങ്ങിയ പ്രോജക്റ്റുകൾ നടത്തുമ്പോൾ ഫോറസ്റ്റ് ലാൻഡ് പെർമിഷൻ കൂടാതെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ലാൻഡ് പകരം അഫോറസ്റ്റേഷന് കൊടുക്കാതെ ഫോറസ്റ്റ് ലാൻഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂളിംഗ് ആണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2023 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 കൊണ്ടുവന്ന ചില അമെൻമെന്റ്സ്, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില പെറ്റീഷൻസ് അത് അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു റൂളിംഗ് സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫോറസ്റ്റ് ലാൻഡിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള അമെൻമെന്റ്സ് ആണ് 2023 വന്നിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്താണ് ചില ഗ്രൂപ്പുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, അതായത് 1996 റൂളിംഗിൽ പറഞ്ഞിരിക്കുന്ന ഡിക്ഷണറി മീനിങ് ഓഫ് ഫോറസ്റ്റ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നും, അതുപോലെ തന്നെ ഫോറസ്റ്റ് എന്നുള്ളതിന് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് സുപ്രീം കോടതി നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ഗവൺമെന്റിന്റെ ഈ ഒരു അമെൻമെന്റ് പ്രകാരം ആ ഒരു ഡെഫിനിഷനെ ലിമിറ്റ് ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുപ്രധാന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ എക്സാമിനേഷന് വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് മസ്റ്റ് നോട്ട് ബി അലൗഡ് ടു അണ്ടർമൈൻ IMEC, ഗ്രീക്ക് മിനിസ്റ്റർ. അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഫുൾ സപ്പോർട്ടാണ് ഗ്രീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു പ്രോജക്റ്റിന്റെ സക്സസിനെ ഡിലേ ചെയ്യുന്ന ചില ഇഷ്യൂസ് ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, പർട്ടിക്കുലർലി ഇസ്രയേൽ ഗാസ വാർ മൂലം. സോ IMEC എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രേഡ് റൂട്ടാണ്. 2023 ലോഞ്ച് ചെയ്തതാണ്. വെസ്റ്റേൺ ഇന്ത്യയെ യൂറോപ്യൻ പോർട്ടുമായി കണക്ട് ചെയ്യുകയാണ്. UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ. അതായത് കൂടുതൽ സഹകരണം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായി അത് ട്രേഡിനെയും എക്കണോമിക് പ്രോഗ്രസിനെയും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇത്. ഇപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിന് ഗ്രീസിന്റെ ഭാഗത്തു നിന്നും വളരെയധികം സപ്പോർട്ടാണ് ഉണ്ടാകുന്നത്. അതായത് ട്രേഡും ഇൻവെസ്റ്റ്മെന്റും എക്സ്പെഷ്യലി ഇന്ത്യയുമായിട്ടുള്ളത് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് ഗ്രീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ മുന്നോടിയായിട്ട്
മുംബൈ, ബംഗളൂരു തുടങ്ങിയ ഏരിയാസിൽ കോൺസുലേറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനങ്ങളും ഗ്രീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗ്രീസ് ട്രേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് $1.9 ബില്യൺ ആണ് 2022-23 കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്കും ഇത് ഡബിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ലക്ഷ്യമായും പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ ഗ്രീസ് റിലേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ രീതിയിലും ഈ ഒരു വാർത്ത നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെന്റ് വാൺസ് ഒഫീഷ്യൽസ് അഗെയിൻസ്റ്റ് യൂസിംഗ് AI ടൂൾസ് ഡ്യൂ ടു സെക്യൂരിറ്റി റിസ്ക്. അതായത് ഇപ്പോൾ റീസെന്റ് ചൈനയുടെ ഭാഗത്തു നിന്നുമൊക്കെ AI ടൂൾസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ AI ടൂൾസ്, ChatGPT, DeepSeek തുടങ്ങിയ ടൂൾസ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് യൂസ് ചെയ്യുന്നതിനെതിരെ ഒരു സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഡേറ്റ ലീക്ക് ചെയ്യാൻ ഇത് കാരണമാകുമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ സെക്യൂരിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ പരിഗണിച്ച് ChatGPT, DeepSeek തുടങ്ങിയ ടൂൾസ് ഓഫീസ് കമ്പ്യൂട്ടേഴ്സിലും ഡിവൈസസിലും യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ് ഒരു പുതിയ ഓർഡർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ DeepSeek എന്ന് പറയുന്നത് ഈ 2024 ജനുവരിയിൽ ചൈന ഡെവലപ്പ് ചെയ്ത ഒരു AI ടൂളാണ്. അപ്പൊ എക്സാമിനേഷനിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളിൽ ഈ ഒരു AI ടൂൾസ് അല്ലെങ്കിൽ AI ടൂൾ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം. US സെൻഡ്സ് ബാക്ക് 200 Indians ഓൺ മിലിറ്ററി പ്ലെയിൻ. റീസെന്റ് US പ്രസിഡൻഷ്യൽ ഇലക്ഷനിലും മറ്റും മുന്നിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇല്ലീഗൽ മൈഗ്രേഷൻ ഒരിക്കലും അവിടെ അനുവദിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ US ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള 200-ലധികം ഇന്ത്യക്കാരെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ. അപ്പൊ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. അതായത് ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന്റെ റിസോഴ്സസിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡറിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇന്ത്യയുടെ ഫേസിൽ നമ്മൾ ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ എന്നുള്ള ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ US-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ ഇങ്ങോട്ട് തിരിച്ചയക്കുമ്പോഴും ഇന്ത്യയിലേക്ക് ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഡേറ്റ റെഫർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. അതായത് ഇവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ ഇവരെ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. കാര്യം ഇന്ത്യ ഡ്യൂട്ടി ബൗണ്ട് ആണ്. അതായത് ഇന്ത്യൻ സിറ്റിസൺസിനെ ഫോറിൻ കൺട്രീസിൽ സ്റ്റേ ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസിനെ റിപ്പാട്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ ഇത് പക്ഷേ നാഷണാലിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യവും കൂടെ ചോദിക്കാം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 2024 ചൈന ഡെവലപ്പ് ചെയ്ത AI ടൂളിന്റെ പേരെന്താണ്? നിങ്ങളുടെ ഉത്തരം ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്.